ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൺ പർപ്പസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പക്കായ അച്ചാറാണ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് ആവശ്യമുള്ളത് നല്ല പച്ചയായ പപ്പക്കായയാണ്. അത് നമുക്ക് അതിനെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കുട്ടപ്പനാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി അവനെ വലിപ്പം ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക. ഇനി ഒന്നുകൂടി അതിനെ ചെറുതാക്കുക. എന്നുവെച്ചാൽ മാങ്ങച്ചാറൊക്കെ ഇടുന്ന പോലെ അത് ചെറുതാക്കുക. നല്ല രീതിയിൽ ചെറുതാക്കി ഈ പപ്പക്കായനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി അങ്ങോട്ട് എടുക്കുക. ഇതുപോലെ കഴുകിയെടുത്ത പപ്പക്കായയുടെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേമാതിരത്തെ ഒരു കൊട്ടയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമഗ്രികളിൽ നമ്മൾ ഇട്ട് വെച്ചതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് ഉപ്പ് പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പൊക്കെ പരത്തി വെച്ച പപ്പക്കായ ഒന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നല്ല രീതിക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഈ രൂപത്തിൽ അരച്ചെടുക്കുക. അതിനുശേഷം ഉരുളി നമ്മൾ സ്റ്റൗമ്മൽ വെച്ച് കൊടുക്കുക. ഉരുളി ചൂടായതിനു ശേഷം നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ല രീതിക്ക് പൊട്ടിയതിനു ശേഷം നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക.
നല്ല രീതിയിൽ വാടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് അച്ചാറും പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല സെറ്റ് ആയതിനു ശേഷം ഉപ്പ് തിരുമ്പി വെച്ച നമ്മുടെ മെയിൻ ഐറ്റം പപ്പക്കായ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി സെറ്റാക്കിയതിന് ശേഷം കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. കാരണം ആ സമയത്ത് നമ്മൾ പപ്പക്കായയിൽ ഉപ്പ് തിരുമ്പി വെച്ചതാണ്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം മാത്രം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരത്തേക്ക് അത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഒന്ന് വെന്ത് സെറ്റായതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അച്ചാർ നല്ലോണം തിളച്ച് റെഡിയായതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പപ്പക്കായ അച്ചാർ ചൂടാറി വന്നതിന് ശേഷം നമ്മത് വേറെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല കിടിലനായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രഞ്ചിയാണ്. മാങ്ങച്ചാറ് പോലെ ഇങ്ങനെ അലിഞ്ഞു പോണ രൂപത്തിലൊന്നല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.